ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് നല്ല തേങ്ങ അരച്ച അയലക്കറിയും നല്ല തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് പച്ചത്തേങ്ങ അരച്ച് അടിപൊളി അയലക്കറി കേട്ടോ. നമുക്ക് ഏത് മീൻ വെച്ചും ഇങ്ങനെ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തൊരു മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനൊരു തേങ്ങ അരച്ച കറി ഉണ്ടെങ്കിൽ നമുക്കത് ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെ ഒക്കെ കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചൂട് സമയത്ത് ബോഡിക്കൊരു കംഫോർട്ടിന് വേണ്ടി അടിപൊളിയാണ് നമ്മുടെ ഈ തൈരൊടച്ച പച്ചമോര് കേട്ടോ. തൈരൊടച്ച പച്ചമോരും നല്ല ബീട്രൂട്ട് തോരനും. തൈരൊടച്ച പച്ചമോരിനകത്ത് മെയിനായിട്ടും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയും കുഞ്ഞുള്ളി എല്ലാം കൂടെ ചതച്ച് കൊടുക്കണം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ശരീരത്തിന് നല്ല തണുപ്പും തോന്നും. ബീട്രൂട്ട് നന്നായിട്ട് തേങ്ങ ചേർത്തുണ്ടാക്കണം. അതുപോലെ ചോറിൻ്റെ നാടൻ കറികൾ ഇത് മൂന്നുമായിരുന്നു. ബീട്രൂട്ട് തോരനും തേങ്ങ അരച്ച മീൻ കറിയും അതുപോലെ തന്നെ നല്ല നാടൻ പച്ചമോരും. അപ്പോൾ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തൊരു മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഈ തേങ്ങ അരച്ച കറി നമുക്കുണ്ടെങ്കിൽ വേറൊരു കറികളും വേണ്ട കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി. ട്രസ്റ്റ് മീ, അടിപൊളിയാണ്. അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ഈ കോമ്പിനേഷൻ മീൻകറിയുടെ കൂടെ അടിപൊളിയാണ്. ഇത് കുറച്ച് മീൻചാർ ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ നാടൻ മോര് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാരങ്ങ അച്ചാറിൻ്റെ കഷ്ണവും കൂടെ. പിന്നെ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിളിമീൻ വറുത്തതും അതുപോലെ തന്നെ ചോറും ചെറുപയർ തോരനും ബീട്രൂട്ടുമാണ് കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും ഞങ്ങൾക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള രണ്ട് പച്ചക്കറികളാണ്. അത് രണ്ടും കളർഫുള്ളായിട്ടുള്ള പച്ചക്കറികളായതുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. അപ്പം പച്ചമോര് കണ്ടോ, എല്ലാം നമ്മൾ ചോപ്പറിലിട്ട് തരിതരിയായിട്ട് അടിച്ചെടുത്തതാണ്. ബീട്രൂട്ടാണെങ്കിലും നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അധികം വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ പ്രിപ്പയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം ട്രൈ ചെയ്താൽ ഓടി വന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഒരു വട്ടമെങ്കിലും.